ഹായ് നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാനുവൽ ബാച്ച് കോഡ് പ്രിൻ്റർ അഥവാ മിനി പ്രിൻ്ററിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റലേഷനാണ്. ഇതിൻ്റെ പ്രിൻ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സാണ് ഇതിനകത്തുള്ളത്. ആൽഫ ന്യൂമറിക് കൂടാതെ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ഇങ്ക് ബോട്ടിലുണ്ടാവും. ഇങ്ക് നമുക്ക് ഇതിൻ്റെ പാഡിലേക്ക് ഒഴിക്കേണ്ട ഇങ്ക് ബോട്ടിലുണ്ട്. ഇങ്ക് ബോട്ടിനോടൊപ്പം തന്നെ അതിൻ്റെ ഇങ്ക് പാഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ടാവും. അതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാഡ് കട്ടിയാകാൻ സാധ്യതയുണ്ട്. ആ പാഡിനെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സോഫ്റ്റ്വെയറും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തൊരു സിസർ ഉണ്ടാവും. നമുക്ക് ആ ഒരു ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. കൂടാതെ ആ ഡിവൈസാണ് ഒരു ഹെവി ഡിവൈസാണിത്. നമുക്ക് അത്യാവശ്യം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു നല്ല വെയിറ്റുള്ള ഹെവി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. പിന്നീട് അതിന് അഡീഷണൽ ഒരു പാഡും നമുക്ക് ലെറ്റർ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ളൊരു ബ്ലോക്കും കൂടി എക്സ്ട്രാ ഉണ്ട്. സാധാരണ ഡിവൈസിലേക്ക് ഇങ്ക് പാഡ് എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം എന്നുള്ളതും ആ ലെറ്റർ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം എന്നുള്ളതും എന്നാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ അതിൻ്റെ ഹാൻഡിലിൽ താഴേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടിയിലായിട്ട് ഒരു വെട്ട്, ആ ഷാഫ്റ്റിലൊരു വെട്ട് കാണുന്നുണ്ട്. അതിൽ സെക്കൻഡായിട്ട് അടിയിൽ നിന്ന് സെക്കൻഡായിട്ടുള്ള ആ ഒരു വെട്ടിൽ വെച്ചിട്ട് ആ ലോക്കിൻ്റെ ഒരു ചെറിയ നോബുണ്ട്. ആ നോബ് തിരിച്ച് നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അതവിടെ വെച്ചിട്ട് ലോക്കായി നിൽക്കും. നമുക്ക് ഇങ്ക് പാഡ് എങ്ങനെ റിലീസ് ചെയ്യാൻ നോക്കാം. ഇങ്ക് പാഡ് റിലീസ് ചെയ്യുന്നതിന് നമുക്ക് അതിനകത്ത് തന്നെ കണ്ടില്ലേ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, ഒരു നോബ് ഉണ്ട്. ആ നോബ് ജസ്റ്റ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പ്രിങ് ആക്ഷൻ ഉള്ളതാണ്. ആ ലോക്ക് ഊരി ലൂസായതിനു ശേഷം ആ ഇങ്ക് പാഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ശേഷം നമുക്ക് ലെറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാഡുണ്ട്. അത് മുകളിലേക്ക് എടുക്കുന്നത് നമുക്ക് ആ ഡിവൈസ് ചരിച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് ആ പാഡിൻ്റെ ഒരു പിടിക്കാൻ ഒരു ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ട് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ആ പാഡ് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഈ ലെറ്ററിൽ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ലെറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം. അതിൽ ആവശ്യമുള്ള എത്രയാണോ എൻ്റെ ഇപ്പോൾ MRP ആണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ MRPക്ക് വേണ്ടിയുള്ള വാല്യൂ എത്രയാണെന്നുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 789 രൂപയാണ് നമ്മൾ MRP ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ ലെറ്റർ ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഞങ്ങളിപ്പം ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് 789 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ ഈ പാഡിലേക്ക് ലെറ്ററിൻ്റെ പാഡിലേക്ക് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യുകയാണ്. MRP കഴിഞ്ഞ് അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെട്ടാണ്. ഞങ്ങളിപ്പോൾ ഈ ഒരു പാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് 4 കോളമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാച്ച് നമ്പർ, പാക്ക് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, MRP 34 രൂപയും എക്സ്പയറി ഡേറ്റ് 29/10/2025 പാക്ക് ഡേറ്റ് 10/10/25. പിന്നെ ഒരു ബാച്ച് നമ്പർ ഇട്ടിട്ടുണ്ട്. ബാച്ച് നമ്പർ 3456. അപ്പം എല്ലാം റിവേഴ്സ് ഓർഡറിലാണിത് നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു മിററിൽ എങ്ങനെയാണോ നമ്മുടെ ഒരു ലെറ്റർ കാണുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഇത് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ആ ഒരു പാഡിലേക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡിവൈസിലേക്ക് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പറ്റുന്നത്. നമ്മൾ ഇങ്ക് പാഡിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ആ ഇങ്ക് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് മുകളിലൊരു റബ്ബർ ക്യാപ്പ് ഉണ്ടാവും. അത് ഉയർത്തി എടുക്കണം. അത് 2 ഹോളിലേക്ക് ചേർന്ന് കിടക്കുന്നതാണ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ഊരി മാറ്റിന് ശേഷം ഇങ്കിനകത്ത് മുകളിലായിട്ട് ഇതേപോലെ 2 ഹോൾ ഉണ്ടാവുക. അതിൽ നിന്നാണ് ഇങ്ക് നമുക്ക് പാഡിലേക്ക് ഒഴിക്കാൻ പറ്റുന്നത്. പാഡ് ഏകദേശം ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ക് ഫില്ല് ചെയ്ത പാഡ് എങ്ങനെ ആ ഡിവൈസിലേക്ക് ഇൻസെർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ക് ഫില്ല് ചെയ്തതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലോക്ക് പോലെ ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് ആക്ഷൻ ഉള്ളതാണ്. അത് ആ ഒരു
ഒരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിലേക്ക് ഇൻസെർട്ട് ചെയ്യാം, ജസ്റ്റ് റിലീസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ലെറ്റർ കമ്പോസിങ് പാഡ് നമുക്ക് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യണം. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഷാഫ്റ്റ് ആദ്യം താഴേക്ക് തള്ളി വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അതിനകത്തൊരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിലേക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതിയാവും. അത്രയാണ്. ഇങ്ക് ഫില്ല് ചെയ്യുകയും നമുക്ക് ലെറ്റർ കമ്പോസിങ് പാഡ് ഇൻസെർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്കും ലെറ്റേഴ്സെല്ലാം ലോഡ് ചെയ്തു. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കൂടെ നോക്കാം. ഇത് നമുക്ക് പേപ്പർ അല്ലെങ്കിൽ PVC പോളിത്തീൻ കവറുകളിലൊക്കെ നമുക്ക് അത്തരം സർവീസുകളിലെല്ലാം ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു പോളിത്തീൻ കവറിൽ അടിച്ച് നോക്കാം.